RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചു കണ്ട് ഒരുപാട് പേര് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, RRBയുടെ ALPയുടെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമുകളുടെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഡേറ്റിലേക്ക് എത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റിനെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം മറ്റൊരു അർത്ഥത്തിൽ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നവംബർ 25 ഈ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ RRBയുടെ ALP ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്ത ദിവസമാണ്. അപ്പോൾ അതേ ദിവസം തന്നെയാണ് RRB ALPയുടെ എക്സാം ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ RRB ALP എന്ന് പറയുമ്പോൾ അതൊരു സ്വപ്ന ജോലിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന റെയിൽവേയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും RRB ALP എക്സാമിന് വേണ്ടി കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ, RRB ALP എക്സാം അങ്ങനെയാണ്, ഈ ജോലിക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പക്ഷേ അത്തരം ഡിസ്ട്രാക്ഷൻസിനൊക്കെ ഓവർകം ചെയ്തിട്ട് ഏറ്റവും മികച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളിലൂടെ സാധിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ALP എക്സാമിൽ 26ഓളം എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ് ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രാവശ്യത്തെ എക്സാമിൽ ഇതിൽ കൂടുതൽ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ RRBയുടെ ALP എക്സാം ഏത് സമയത്തായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ALP എക്സാമിൻ്റെ ട്രെൻഡ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നോക്കിയേ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2018, കഴിഞ്ഞല്ല അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ 3/2/2018 ഉണ്ടായിരുന്നത്, ഫെബ്രുവരിയിലാണ്. എക്സാം നടന്നിട്ടുള്ളതോ 9/8/2018. അതായത് ഒരു 6 മാസത്തെ ഗ്യാപ്പാണ് എക്സാമിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 2024 നോക്കുകയാണെങ്കിലോ ജാനുവരി 20 എക്സാം വന്നു, എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നു, എന്നാൽ എക്സാം കണ്ടക്ട് ചെയ്തത് നവംബർ 25 എന്ന് വെച്ചാൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഒരു 10 മന്ത്സിൻ്റെ ഗ്യാപ്പാണ് ഇവിടെ എക്സാംസുകൾക്കിടയിൽ വന്നിട്ടുള്ളത്. അതുപോലൊരു വലിയ ഗ്യാപ്പ് ഇവിടെ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എക്സാമിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് പിന്നെ റീഷെഡ്യൂളൊക്കെ ചെയ്ത ഒരു ഡേറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതുപോലൊരു ഡിലേ എന്ത് ചെയ്യാൻ സാധ്യതയില്ല, ഇത്തവണ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഒരു 6 മാസത്തെ ഗ്യാപ്പാണുള്ളത്. അപ്പം നോർമലി ഒരു 6-ൻ്റെയും 10 മാസത്തിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 8 മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഡേറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 8 മുതൽ ഒരു 10 മാസം വരെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 12/4/2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 8 മാസം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ജാനുവരിയിൽ എക്സാം കണ്ടക്ട് ചെയ്യില്ലേ, അല്ലെങ്കിൽ ജാനുവരി എന്നുള്ളതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷിക്കാവുന്നത് ഫെബ്രുവരി മാർച്ചാണ്. അതിൻ്റെ റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഗ്രൂപ്പ് ഡി എക്സാം, ടെക്നീഷ്യൻ എക്സാംസ് ഒക്കെ ഇനിയും കണ്ടക്ട് ചെയ്യാനുണ്ട്. അതുകൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാസങ്ങളിൽ എക്സാം കണ്ടക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് ഡേറ്റ് അല്ല. കാരണം റെയിൽവേ എന്ത് ചെയ്യാറില്ല, എക്സാം ഡേറ്റ് ഇന്നതാണെന്ന് നേരത്തെ അനൗൺസ് ചെയ്യാറില്ല. ഇപ്പോൾ SSC നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണയും അവരെന്ത് ചെയ്യാറുണ്ട്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ടയർ 1 എക്സാം എപ്പോഴായിരിക്കും, ടയർ 2 എപ്പോഴായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാറുണ്ട്. എന്നാൽ റെയിൽവേയും കേരള PSC ഒന്നും അതെന്ത് ചെയ്യാറില്ല, ഒബേ ചെയ്യാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക കാര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് റെയിൽവേയും അതേപോലെ PSC ഒക്കെ നിൽക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എക്സാമിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് അവർ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നിലവിലെ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഫെബ്രുവരി മാർച്ചിലാണ് എക്സാം പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 3 മാസമൊക്കെയാണ് ഇനി എന്ത് ചെയ്യുള്ളത്, എക്സാമിന് വേണ്ടി മാറ്റി വെക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 3 മാസം അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് ഒരുപാട് പേരെ കൺഫ്യൂഷനാണ്. അതായത് എക്സാമിന് വേണ്ടി ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളുണ്ട്, എന്നാൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ മാറാത്ത ആളുകളുണ്ട്. സോ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് ടീം തയ്യാറാക്കിയിട്ടുള്ള ഒരു 3 month ഫ്രീ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് 3 മാസം കൊണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് സിലബസ് എല്ലാം 3 മാസം കൊണ്ട് കൃത്യമായിട്ട് കവർ ചെയ്തുകൊണ്ട് എവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏതെല്ലാം ടോപ്പിക്കുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു 3 month ഫ്രീ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു സ്റ്റഡി പ്ലാൻ 3 month സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പല ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് 3 മാസം കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി
വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ RRB ALP എക്സാം ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്റ്റഡി പ്ലാൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.